മഹാഗുരുശരണം. ഇന്ന് 2025 ജൂൺ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് രാവിലെ കുറച്ച് സ്റ്റാറ്റസുകൾ ഞാനിട്ടു, പലരും കണ്ടു കാണും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയൊക്കെ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് ഒരു പ്രാവശ്യം കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ചെയ്യും, ചിലപ്പോൾ ഗൈഡൻസ് കൊടുക്കും, ഇത് ചെയ്യും. പക്ഷേ എന്നിട്ടും വഞ്ചി തിരുനക്കരെ തന്നെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവസ്ഥയാണ്. കാര്യം ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് എൻ്റെ അനുഭവങ്ങളാണ്. ഈ വീഡിയോയുടെ അവസാനം സങ്കല്പം, എൻ്റെ ഓരോ ദിവസത്തെ ഉപാസന പ്രാർത്ഥന, അതിൻ്റെ അവസാനം സങ്കല്പം ഇടുന്നുണ്ട്. അത് കേൾക്കുന്ന പലർക്കും അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ, നമുക്ക് വേണ്ടി വേറെ ആൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വിശ്വാസം മറ്റു കാര്യമാണ്. പിന്നെ ദൈവം എന്ന് പറയുന്ന ശക്തി എല്ലാവർക്കും തുല്യമായിട്ട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. എന്തുകൊണ്ട് അത് നമുക്ക് കിട്ടുന്നില്ല? നമ്മുടേതായ കാർമ്മികങ്ങളാണ്. അപ്പോൾ ആ കാർമ്മികമായിട്ട് നമ്മുടെ അനുഭവങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ആ അനുഭവങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ കാർമ്മികമൊന്നും ദൈവത്തിന് എടുക്കാൻ പറ്റുകയില്ല. അതിനെയുള്ള ബുദ്ധിയും ശക്തിയും അറിവും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ചിലരുടെ ഇത് വന്നത്. ഞാൻ ആ മെസ്സേജ് ഇട്ടത്. അപ്പോൾ ചിലരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ വീഡിയോ കാണാറുണ്ടോ? ഇല്ല, ലേറ്റസ്റ്റ് വീഡിയോ ഒന്നും കാണുക. കാര്യം ഓരോരുത്തരോടും ഓരോ കാര്യം ഓരോന്ന് പറയുന്നതിന് പകരം ജനറലായിട്ടുള്ള ഇൻഫർമേഷൻസ് വീഡിയോയിൽ തരികയാണ്. അപ്പോൾ ഇന്നോ ഇന്നലെ ഒരു വ്യക്തി ചോദിച്ചിരുന്നു, ഹീലിംഗ് ഒക്കെ ചെയ്താൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇപ്പോൾ റീക്കി ഹീലിംഗ്, പ്രാണി ഹീലിംഗ്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, പല വിധത്തിലുണ്ട്. ഇപ്പോൾ തേടൈ ദീക്ഷ എടുക്കുമ്പോഴും അവർ പറയും തേടൈ ചെയ്തിട്ട് അത് ഹീലിംഗ് ചെയ്യാമെന്ന് പറയും. പക്ഷേ ഹീലിംഗ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കാർമിക് എഫക്റ്റുകൾ ബാധിക്കും. അപ്പോൾ കാർമിക് എഫക്റ്റ് അതിൻ്റെതായ ഫീസ് വാങ്ങിക്കണം. കാര്യം അത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് കളയണമെന്ന് പറയും. ഏറ്റവും ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർമിക് എഫക്ട്സ് ആണ് എല്ലാവിധ ഇതിനും കാരണം. കാർമിക് എഫക്ട്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് മാജിക്ക് വരുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമാസുമായിട്ട് ബന്ധമുണ്ട്. ആ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് മുജ്ജന്മം, മറുജന്മം, അല്ലെങ്കിൽ ഇനി ജന്മം ഉണ്ടെന്നൊന്നും തീരുമാനിക്കാത്ത, അത് വിശ്വസിക്കാത്ത ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ട് അല്ലേ. അതിന് പ്രതിവിധി എന്താണ്? ചിലർ ഇതിങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഹീലിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അറിയുന്ന ചിലരോട് സംസാരിച്ചപ്പോഴെന്താണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ഹീലിങ്ങുകളിൽ ഓരോ ഹീലിംഗ് അവരെ പഠിപ്പിച്ച ആ ഗുരുനാഥന്മാർ ചില കാര്യങ്ങൾ, ചില പ്രാക്ടീസ് അവർക്ക് പറഞ്ഞു കാണും. ആ പ്രാക്ടീസ് അവർ തുടർന്ന് പോയിട്ട് അവർ ആ വിദ്യ പ്രയോഗിക്കുമ്പോൾ അതിൽ ആൾക്കാർക്ക് മാറ്റം കാണുന്നു. അപ്പോൾ ചിലർ ഒറ്റ പ്രാവശ്യം പോയിട്ട് ഇങ്ങനെ മാറും എന്ന് പറഞ്ഞു. ഇന്ന് വേറൊരു വ്യക്തി ഒരാളുടെ വീഡിയോ ഷെയർ ചെയ്തു. ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് ഇദ്ദേഹത്തിനെ പോയി കണ്ട് വെറുതെ കാശ് കളഞ്ഞത് മെച്ചാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കാര്യം എന്ന് വെച്ചാൽ മിക്കവരും പറയുന്നത് നമ്മൾ ഇത്രയൊക്കെ കാശ് മുടക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. കാര്യം നമ്മുടെ കാർമ്മികത്തിനൊരു മൂല്യം തീരുമാനിക്കാൻ പറ്റുകയില്ല. പിന്നെ ഓരോരുത്തരും അവരവരുടെ ഇതിനനുസരിച്ച് ഓരോ ഫീസ് തീരുമാനിക്കുകയാണ്. ഏറ്റവും നല്ല കാര്യം നമ്മുടെ ഉപാസനയിലൂടെ മാറ്റാൻ സാധിക്കുക. പക്ഷെ ഒരുത്തനിട്ട് 2 ഇടി കൊടുത്തിട്ട് ഇരുന്ന് ഉപാസനയെ നാമം ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായി. അപ്പൊ കഴിയാവുന്നതും നമ്മളായിട്ട് കാർമ്മികം, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്തകൾ കൊണ്ട്, മനസ്സുകൊണ്ടെന്ന് പറഞ്ഞാൽ ചിന്തകൾ കൊണ്ടൊന്നും കാർമ്മികം വാങ്ങാണ്ടിരിക്കുക. കാർമ്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഒരാൾ നമ്മളോട് ചെയ്താൽ അത് നമുക്ക് ഹിതകരമല്ല എന്ന് തോന്നുന്ന കാര്യം നമ്മൾ വേറൊരാളോടും ചെയ്യാണ്ടിരിക്കുക. ഒരു ബേസിക് കാർമ്മികം എന്ന് പറഞ്ഞാൽ ഇതാണ് പറയാനുള്ളത്. അപ്പൊ എപ്പോഴും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ആവശ്യങ്ങളിലേക്കായിരിക്കണം, അമിതാവശ്യങ്ങളിലല്ല, നമുക്ക് ന്യായമായിട്ട്. അപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഹാപ്പി, ഹെൽത്തി, വെൽത്തി, ലോങ് ലൈഫ് വിത്ത് ഫാമിലി. കുടുംബത്തോടെ സന്തോഷകരവും ആരോഗ്യകരവും സമൃദ്ധവുമായ ദീർഘായുസ്സോടെയുള്ള ജീവിതം, അതാണ് എല്ലാ മനുഷ്യൻ്റെ ആവശ്യം. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ കാർമിക് എഫക്ട്സ് പല രീതിയിലും നമ്മളിലേക്ക് വന്നു പോകും. ചിലപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ, അടുത്ത ബന്ധുക്കളെല്ലാം നമ്മളോട് മുഖം തിരിക്കും. ഓക്കെ, അവർ തിരിക്കുന്നതിന് എന്തോ ഒരു കാരണം ഉണ്ടെന്ന് വിചാരിക്കുക. കാര്യം ഇന്നലെ ഒരു വ്യക്തി വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഒഫീഷ്യലി അവരുടെ ആ ഓഫീസിൽ അവരെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമം. കാര്യം അങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ആത്മഹത്യയെ കുറിച്ച് പോലും ആലോചിച്ച് പോകുന്നു എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ഓഫീസിലാണ്. കാര്യം രാവിലെ ഒരു 9 മണി 9:30 എത്തിയാൽ വൈകിട്ട് 5-5:30 മണി വരെ ഓഫീസ് കാണും. വീട്ടിൽ പോയാലും ഒരു 3-4 അല്ലെങ്കിൽ 5 മണിക്കൂർ കഴിഞ്ഞ് മാക്സിമം ഒരു 10-10:30 ആകുമ്പോൾ എല്ലാവരും കിടക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ 6 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കണം. അപ്പോൾ സജീവമായിട്ട് നമ്മൾ
ഉള്ളത് നമ്മുടെ ഉപജീവന മാർഗമുള്ള ഓഫീസോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെയാണ്. അപ്പൊ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ശരിയല്ലെങ്കിൽ ഒരാളുടെ മനസ്സ് മടുക്കും. പക്ഷെ അപ്പോഴൊക്കെ വിചാരിക്കുക, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയില്ല. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പൊ ഇതെന്തോ കാരണങ്ങളുടെ ഇതാണ് നമ്മളിലൂടെ വന്നു പോകുന്നത്. അതിന് ഓക്കെ, ഇത് ഈ ദിവസവും മാറിപ്പോവും, ഈ സമയവും മാറിപ്പോകും എന്ന് പറഞ്ഞ് ഒരു രാജാവ് പറഞ്ഞ് ഇത് എഴുതുക. അതെപ്പോഴും ആത്മവിശ്വാസവും തരണം, സങ്കടവും തരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് എഴുതിയത് ബീർബലിന്റെ കഥകളിലാണെന്നാണ്. ഈ സമയവും കടന്നു പോകും എന്നാണ് എഴുതിയത്. അപ്പൊ ഈ സമയം കടന്നു പോകുന്നു എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അപ്പൊ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരുന്നാലേ ദൈവത്തിന് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഹീലിങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഉപാസനയിലൂടെ, നമുക്ക് ഉപാസന എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയുടെ നിന്ന് ഊർജം നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നമ്മുടെ കാര്യങ്ങളിൽ കുറേ അധികം പുരോഗമനം വരുമെന്നൊക്കെ ചിന്തിച്ച് അത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരു ഉപാസനകൾ, കൃത്യമായിട്ടുള്ള ഉപാസനകൾ ചെയ്യുക. നാമജപമായിരിക്കാം, ധ്യാനമായിരിക്കാം, ക്ഷേത്ര ദർശനമായിരിക്കാം, പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ചെയ്തു കഴിയുമ്പോൾ അതീന്ദ്രിയമായ ചില കഴിവുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ഇന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിവസ്വരൂപ യോഗി, ഇപ്പോഴും പലരും അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര്, അതിലെ ആ ചെല്ലപ്പേരെന്ന് പറയാം, അത് ഉപയോഗിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അത് കഴിയാവുന്നതും മാറ്റുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് ഉപയോഗിക്കുന്നേക്കാൾ ഇപ്പോൾ ശിവസ്വരൂപ യോഗി എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ചൈതന്യത്തിലേക്ക് നമ്മൾ സിങ്കാകും, അതിലേക്ക് ക്ലെൻസ് ആകും. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ പറയുന്നത് കേട്ടോ. അത് ദയവ് ചെയ്ത് ഇത് ചെയ്യുക. പിന്നെ ചിലർ സമാധി സ്ഥലത്ത് പോണ കാര്യമൊക്കെ ചോദിക്കുന്നു. സമാധി സ്ഥലത്ത് പോണത് അത് വെഞ്ഞാറമ്മൂട് നിന്ന് കുറച്ച് പോകണം, കല്ലറ എന്താണ്ടോന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ആഴ്ച ഒരു ദിവസം, ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ മറ്റോ സുനിലേട്ടനും ഫാമിലിയും പോകാറുണ്ട്. അപ്പോൾ രാവിലെ 9-10 മണിക്കാണ് അവരവിടെ പോകുന്നത്. അത് അപ്പം നേരത്തെ സുനിലേട്ടനോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് ആ സമയത്ത് അവരവിടെ എത്തുന്ന സമയത്ത് അവിടെ എത്താൻ ശ്രമിക്കുക കേട്ടോ. ഇന്നലെയും പോയിരുന്നു എന്നുള്ളത് അതിൻ്റെ ഇത് സുനിലേട്ടൻ്റെ സ്റ്റാറ്റസിൽ സുനിലേട്ടൻ ഇടാറുണ്ട്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത്, ഇന്നലെ സുനിലേട്ടൻ അയച്ചു തന്ന ഒറിജിനൽ ആ ഫോട്ടോ ഞാൻ എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കുറേ ആൾക്കാർക്ക് ശിവസ്വരൂപ യോഗി എന്നുള്ള ആ ഒരു അടിക്കുറിപ്പോട് കൂടി അയച്ചു കൊടുത്ത്. പക്ഷെ അത് പോരാന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ തിരുവണ്ണാമല ആദ്യം കൊണ്ടുപോയ എൻ്റെ ഇപ്പോൾ നല്ലൊരു ഫാമിലി ഫ്രണ്ടായ ശ്രീനിവാസൻജി, ശ്രീമതി ദിവ്യ ദമ്പതികളോട് ആവശ്യപ്പെട്ട് അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് എനിക്ക് തിരുവണ്ണാമല പോയപ്പോൾ കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് സൂട്ടബിളായിട്ട് ആ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ട് ഒരു ശിവലിംഗം ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞതനുസരിച്ച് അവർ വളരെ ഭംഗിയായിട്ടൊരു ഇത് ചെയ്തു തന്നു. കുറേ കാര്യങ്ങൾ ചെയ്തു തന്നു. അതിലെ ഒരെണ്ണം ഇന്ന് രാവിലെ കിട്ടിയത്. ആദ്യം ഞാൻ സുനിലേട്ടൻ അയച്ചു. സുനിലേട്ടനോട് അയച്ചിട്ട് പറഞ്ഞു, സുനിലേട്ട ഇത് സുനിലേട്ടന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അപ്പോൾ സുനിലേട്ടൻ പറയുന്നുണ്ട് ഉദ്ദേശം 8 ദിവസം മുമ്പ്, ഇന്നലെയോ മിനിഞ്ഞാന്നോ അപ്പോൾ 8 ദിവസം മുമ്പ്, കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അദ്ദേഹം മകൻ പറയുന്നുണ്ടെന്ന്, അച്ഛൻ മെഡിറ്റേഷൻ ചെയ്യണം. അത് 4 മണിക്ക് തന്നെയാണ് 4:00 സാധാരണ അദ്ദേഹം ജോലിക്ക് പോകാൻ എഴുന്നേറ്റ് റെഡിയാകും. 4 മണിക്ക് എഴുന്നേറ്റ് അരമണിക്കൂർ ഞാൻ ഉപയോഗിച്ചിരുന്ന റൂമിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം. അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാര്യം അതൊരു സൈക്കിക്കായിട്ടുള്ള ഒരു പവർ ഉണരും. അപ്പോൾ സുനിലേട്ടൻ്റെ സ്റ്റാറ്റസിൽ അദ്ദേഹം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യണമെന്നൊക്കെ പറയുന്നു, ഇത് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ, കാര്യം അദ്ദേഹം ഇപ്പം എത്തിയിരിക്കണ തലം എന്താണെന്നുള്ള വീഡിയോ ആദ്യം ഞാൻ ഷെയർ ചെയ്തത് സുനിലേട്ടനാണ്. അത് കഴിഞ്ഞാണ് സ്റ്റാറ്റസിൽ ഇടുന്നത്. ആ വീഡിയോ കാണാൻ സുനിലേട്ടൻ 4 പ്രാവശ്യവും ശ്രമിച്ചിട്ട് നടന്നില്ല സുനിലേട്ടന്. അത് സ്റ്റാറ്റസിൽ നിന്ന് ഇടുന്നുണ്ട്, പറയുന്നുണ്ട്. അതിനുശേഷം ഇത് പറഞ്ഞത് കേട്ടിട്ട് ചേട്ടൻ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നാണ് ചേട്ടൻ ആ വീഡിയോ കാണാൻ സാധിച്ചത്. കാര്യം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമം കഴിഞ്ഞ ജന്മമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വേറൊരു തലമാണ്. അപ്പോൾ ആ തലത്തിൽ ആ പേരുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുക, മനസ്സിലായി. ഇപ്പോൾ ഉള്ള തലം ഏതാണോ ആ തലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഓരോരുത്തരുടെയും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. അത് അറിയിക്കാനുള്ളൊരു നിയോഗം എനിക്ക് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മൾ ക്ലെൻസ് ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചിന്താതരംഗങ്ങൾ അതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പെട്ടെന്ന് അനുഭവങ്ങൾ ഉണ്ടാകും. അത് അനിയനാണ് അല്ലെങ്കിൽ ചേട്ടനാണ്, ആ രീതി മാറ്റിയിട്ട് അത് ശിവസ്വരൂപ യോഗിയാണ്, അത് ആ ശിവഭഗവാന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ. കാര്യം
ഇന്നലെ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് എൻ്റെ വീഡിയോകൾ ആരെയോ കാണിച്ചു എന്ന്, അദ്ദേഹത്തിൻ്റെ അച്ഛനെയോ അങ്ങനെ പിതൃതുല്യരായ ആരെയോ കാണിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് സ്പിരിച്വൽ പവറുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തി, ഈ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ കുറഞ്ഞ ഷോർട്ട് പീരീഡിൽ സുനിലേട്ടൻ്റെ രഞ്ജിത ചേച്ചിയുടെ മകനായിട്ട് പിറന്നുകൊണ്ട് അത് കുറേ കാർമിക് ന്യൂട്രലൈസ് ചെയ്തു. പ്രത്യേകിച്ച് ഈ ഇപ്പോൾ കാവടി തുള്ളൽ, അതോടൊപ്പം അതിനേക്കാളും ഉപരി ആ ശ്രീകണ്ഠേശ്വരത്ത് പോയിട്ട് 65 ദിവസത്തെ നിർമാല്യം തൊഴുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അത് ന്യൂട്രലൈസ് ചെയ്തിട്ട് ആ ആത്മാവ് വേറൊരു തലത്തിലേക്ക് വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് തന്നെ അറിയിച്ചു. അതും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ആ ആത്മാവ് ആ തലത്തിലാണ്. ആ തലത്തിൽ നിന്നിട്ട് അപ്പോൾ എന്തുകൊണ്ട്, അപ്പോൾ നമുക്ക് തോന്നും ആ തലത്തിൽ നിൽക്കുന്നവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന്. കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അറിയാം, ഇവരെല്ലാം മാസ്റ്റർ സോൾസാണ്. മാസ്റ്റർ സോൾസ് ആയിട്ട് ദൈവത്തിനോട് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ദൈവം ചിലരെ നിയോഗിക്കും. ആ നിയോഗിച്ചിലെ ഒരാളാണ് ഈശ്വരഗത്യ, അല്ലെങ്കിൽ നമ്മുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് ആശ്രയിക്കാവുന്ന ശിവസ്വരൂപ യോഗി. തീർച്ചയായിട്ടും അദ്ദേഹം പൂർവ്വ ജന്മത്തിൽ 20 വയസ്സ് വരെയാണ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ദേഹവിയോഗം ആ കുടുംബത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ അത് പലർക്കും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധിയിൽ ആഴ്ച തോറും ആളുകൾ പോകുന്നുണ്ട്. ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അവിടെ പ്രാർത്ഥനാഗീതം ആദ്യമായിട്ട് ആലപിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ വെച്ചിരുന്ന സാധനം അവിടെ വെച്ച് തന്നെ നേദ്യം പോലെ കൊടുത്തത് ഞാനാണ്, അത് സുനിലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക. അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അനുഭവം വെച്ച് മാത്രം വിശ്വസിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഹീലിങ്ങിനെ കുറിച്ച് ചോദിച്ചതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഹീലിങ്ങിനെ കുറിച്ച് ഇപ്പം എൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്നിരുന്നു. അദ്ദേഹം ഹീല് ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുള്ളത്, അത് മാറ്റാനായിട്ടാണ് അദ്ദേഹം ഹീലിംഗ് പഠിച്ചത്. പക്ഷേ ആ ഹീലിംഗ് പഠിച്ചപ്പോഴും ഈ പ്രശ്നം കൂടി, മനസ്സിലായോ? പിന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ കുറച്ച് ബ്ലസ് ചെയ്ത് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിന് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞു ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഹീല് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനെ ബാധിച്ചിരുന്ന ആ കാർമിക് എന്താണോ അത് പുറത്തു വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഈ തേങ്ങ വെച്ച് എനർജി നോക്കണം. അതുകൂടി പറയാം. ചിലർ സ്വയം തേങ്ങ വെച്ച് എനർജി നോക്കും. എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തരും. ഒരു കാരണവശാലും ചെയ്യാൻ പാടാത്തൊരു കാര്യം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഇത് ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജി എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ തേങ്ങ വെച്ച് ഒരു എനർജി നമ്മളിലേക്ക് നോക്കുമ്പോൾ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മളിൽ അടങ്ങിക്കിടന്ന കാർമിക് എനർജിയാണ് ആക്റ്റീവ് ആകുന്നത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആ കാർമിക് എനർജി ആക്റ്റീവ് ആകുകയാണ്. ഇപ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചിലർ എനർജി നോക്കുന്നുണ്ട്, അവർക്ക് എനർജി മനസ്സിലായിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ സന്തോഷം. അതൊക്കെ ദൈവികമായിട്ടുള്ള ഇതാണ്, എൻ്റെ കഴിവൊന്നുമല്ല. പക്ഷേ ഞാൻ തേങ്ങ വെച്ച് എൻ്റെ തന്നെ എനർജി നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എനർജി എന്താണെന്നും ഏതാണെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ തന്നെ എനർജി ഞാൻ ഈ തേങ്ങ വെച്ച് നോക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൽ അടങ്ങിയിട്ടുള്ള ചില കാർമിക് എനർജീസ് കാണും. കാര്യം അതുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ ശരീരം കൊണ്ട് നടക്കുന്നത്. അത് തീരുമ്പോൾ ഈ ശരീരം വിട്ട് ഞാനും ഏതെങ്കിലും ഒരു ആത്മതലത്തിൽ വരും. അതുവരേക്കും ഈ യൂട്യൂബ് പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. എത്ര ദിവസം, എത്ര ആഴ്ച, എത്ര മാസം, എത്ര വർഷം എന്നൊന്നും പറയാൻ പറ്റുകയില്ല. അപ്പോൾ അത് ഒരു ഈശ്വരഗത്യ സംഭവിക്കുന്നതാണ്. ചില സൂചനകൾ നമുക്ക് കിട്ടും. അത് അങ്ങനെ വന്നു പോകും, എന്തോ ആകട്ടെ. അപ്പോൾ ഒരിക്കലും സ്വയം ഇത് നോക്കാൻ പാടില്ല, ആ കാർമിക് നോക്കാൻ പാടില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇപ്പോൾ നോക്കി അതിനുശേഷം പ്രശ്നങ്ങൾ വന്ന ആളും ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തിനും കാര്യങ്ങൾ മനസ്സിലാവും. അദ്ദേഹത്തോട് നേരിട്ട് അതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ആ വീഡിയോ എനിക്ക് ഇടുകയും ചെയ്തു. ഞാൻ ഓക്കെ നന്നായി എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. ഇന്നും അദ്ദേഹത്തിന് പ്രതിവിധി ചെയ്യിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രതിവിധിയും നമുക്ക് അതൊരാഴ്ച മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. പക്ഷേ ആ പ്രതിവിധിയും പറയണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഇൻഡ്യൂഷൻ കിട്ടി അത്രേ പറയാറുള്ളൂ. അപ്പോൾ കുറേയധികം ആൾക്കാരുടെ കാര്യങ്ങൾ അതൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്നൊരു ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ആ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അതിനകത്ത് അനുവും പിന്നെ എടുത്ത് പറഞ്ഞ് കാര്യം, അതിനകത്ത് ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പരൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ യൂട്യൂബിൽ ആഡ്സ് വരുന്നുണ്ട്. ഞാൻ ഇതൊന്നും ചെയ്യേണ്ട, ഇത് ചെയ്യാണ്ടിരുന്നപ്പോൾ തന്നെ ആഡ്സൊക്കെ വരുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ യൂട്യൂബിൽ സാധാരണ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു $100 ആകുമ്പോൾ ആൾക്കാർക്ക് വരുമാനം വരും എന്നാണ് പറയുന്നത്. എനിക്ക് അത്രയൊന്നും ആയിട്ടില്ല. കാര്യം അത്രയൊന്നും വ്യൂവേഴ്സ് ഇതൊന്നും ഇല്ല. അപ്പോൾ $100 ആകുമ്പോൾ അക്കൗണ്ട് നമ്പർ ചോദിക്കുമോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നൊരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത്, സാറിൻ്റെ ഗ്രൂപ്പിൽ ചേരാനായിട്ട് ഒരു മാസം 89 രൂപ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്,
അത് 89 രൂപ എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നാണ്. ഞാൻ തന്നെ ഇത് എങ്ങനെയാണ്, അതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസിൽ ആ മറുപടി ഇട്ടു. അപ്പോഴാണ് അനു എനിക്ക് മെസ്സേജ് അയച്ചത്, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് 89 രൂപ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ടിപ്സ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചാനൽ കാണുന്നു അനു പറയുന്നു. എനിക്ക് ചാനലില്ല സത്യം പറയാം. പക്ഷേ ഞാൻ അതിൽ പോയിട്ട് ഇങ്ങനെയുള്ളപ്പോൾ അതിനകത്ത് കുറേ ഉണ്ടായിരുന്നു, 89, 199, 299 എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത്, എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 1, 2, 3 എന്നുള്ള എമൗണ്ട് അടിച്ചിട്ട് ഞാൻ അത് സേവ് ചെയ്ത്. എങ്കിൽ അത് സേവ് ചെയ്യണം, യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് സേവ് ചെയ്യണം. എങ്കിലേ യൂട്യൂബിൽ നമുക്ക് കാര്യം അത് ഇങ്ങനെ വരുന്നുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിക്കുന്ന ഇതിലെ മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്, ഡിസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. യൂട്യൂബിൽ പോയിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് സേവ് ചെയ്തു അത്. പക്ഷേ അങ്ങനെയൊന്നും എമൗണ്ട് ഒന്നും ഞാൻ വാങ്ങിക്കുന്നില്ല. ദയവ് ചെയ്ത ആൾക്കാർ മനസ്സിലാക്കുക, അതിലേക്കൊന്നും ആരും പേയ്മെൻറ്റ് കൊടുക്കരുത്. അതെവിടെ പോകും എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അറിയിക്കുകയാണ്, ഞാൻ അങ്ങനെ ഒരു സെറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഡിഫാൾട്ടായിട്ട് അങ്ങനെ കുറേ സെറ്റിംഗ് ഉണ്ട്. 199, 299, 399 എന്ന് പറഞ്ഞ സെറ്റിംഗ് ഉണ്ട്. ഞാനപ്പോൾ അത് ആദ്യം 3, 6, 9 എന്നാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ 399 അതിൽ വന്ന്. പക്ഷേ അത് ഞാൻ പിന്നെ മോഡിഫൈ ചെയ്ത് 1, 2, 3 എന്നാക്കി. ഞാൻ സാധാരണ പറയുന്ന ഒരു 1, 2, 3 നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതല്ലേ, നമ്മൾ എന്ത് തുടങ്ങുമ്പോൾ റെഡി 1, 2, 3 സ്റ്റാർട്ട് എന്നല്ലേ പറയുന്നത്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റെക്കോർഡാണ്. 1, 2, 3 എന്ന് പറഞ്ഞാൽ കാര്യം ഓടിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ. എന്തെങ്കിലും മിഠായി വെറുക്കൽ, നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. മിഠായി വെറുക്കൽ, കസേര കളി, ഓട്ടം, ചാട്ടം, ഇതിനൊക്കെ ആദ്യം പറയുന്ന 1, 2, 3 ആയി. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഒരു ഉന്മേഷം വരുന്ന ഇത് സംഖ്യയാണ്. അതുകൊണ്ട് ഞാനത് അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടിക്കാണ്ടിരിക്കാൻ പറ്റുക, 0 ആയിട്ട് മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ആരും അതിൽ പേയ്മെൻ്റ് ഒന്നും നടത്തരുതെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഞാനിങ്ങനെ ടിപ്സ് കൊടുക്കണതിനൊന്നും ഇന്നും ഞാൻ പറഞ്ഞ ഒരാളിങ്ങനെ പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇതൊക്കെ ചെയ്ത്, അപ്പോൾ ആരും ഇങ്ങനെ ഇത് ചെയ്തൊന്നും പറഞ്ഞ് ദക്ഷിണയൊന്നും വഹിക്കാനിരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം. സാമ്പത്തികം എല്ലാവർക്കും പ്രശ്നമാണ്, എനിക്കും പ്രശ്നമാണ്, ബാക്കിയുള്ളവർക്കും പ്രശ്നം. പക്ഷേ എൻ്റെ പ്രശ്നത്തെക്കാളും ഞാൻ കൂടുതൽ ആലോചിക്കേണ്ടത് ബാക്കിയുള്ളവരുടെ പ്രശ്നത്തെയാണ്. അപ്പോൾ ഹീലിങ്ങിൻ്റെ ഈ കാർമിക് എടുക്കണതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഇടയ്ക്ക് കുറച്ച് നാളുകൾ മുമ്പ് ഒരു സംഭവം നടന്നു. ഒരു വീട്ടിൽ പോയി, ഞാനും നാരായണൻ കൂടിയാണ് ഒരു വീട്ടിൽ പോയത്. ആ വീട്ടിൽ പോയിട്ട് അപ്പോൾ അവിടെ ചെന്ന് ആ വീട്ടിൽ അവർ വിളിച്ചത് ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനും നാരായണനും ഉള്ള സമയത്താണ് ആ വീട്ടിൽ പോയി ബ്ലെസ്സിങ് ഒക്കെ ചെയ്ത്, ബ്ലെസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വീട് കാണാനൊക്കെയാണ് പോയത്, ബ്ലെസ്സിങ് ഒക്കെ ചെയ്തു. അപ്പോൾ ഒരു ഉദ്ദേശം 1/4 മണിക്കൂർ അവിടെ ആ ഇരുന്ന് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ചെരുപ്പ് കാണുന്നില്ല. അപ്പോൾ എൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ മോൻ വാങ്ങിച്ചു തന്ന, ഈ ഡയബറ്റിക് ഇതുള്ളത് കൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. എങ്ങാണ്ട 2000 രൂപയുടെ അടുത്ത് തന്നെയാണ്ടോ വില വരുന്നത്. എൻ്റെ മൂത്തവൻ വാങ്ങിച്ചു തന്ന, ബാറ്റയിൽ പോയിട്ട് അത് വാങ്ങിച്ചു തന്നതാണ്. അച്ഛൻ ഇതെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. സാധാരണ ഞാൻ വാങ്ങിക്കുന്നത് 200, 300 രൂപയുടെ ചെരുപ്പാണ്. പക്ഷെ അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കാല് പൊട്ടും ഞാൻ കൂടുതൽ നടക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധപൂർവ്വം അവൻ കൊണ്ടുപോയിട്ട് ആ കലൂരുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്നു. 5-6 മാസമായി. പക്ഷേ ഈ വീട്ടിലുള്ള ഒരാൾക്ക് കാലിൻ്റെ പ്രശ്നമുണ്ട്, മുറിവിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ഈ മുറിവിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ബ്ലെസ്സിങ് വാങ്ങിച്ച് ബ്ലെസ്സിങ് എല്ലാം കൊടുത്ത് പുറത്ത് വന്നപ്പോൾ എൻ്റെ ഏതാണ് വലത് കാലാണ് ഇടത് കാലാണ് ചെരുപ്പ് ഇട്ടെടുത്ത് ആ സ്റ്റെപ്പ് കയറുന്നിടത്ത ചെരുപ്പിട്ട ഒരു ചെരുപ്പ് കാണുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ ചെരുപ്പ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് 2-3 പട്ടിക്കുട്ടികൾ ഓടുന്നു അവിടെ. അപ്പോൾ ഈ സ്ട്രീറ്റ് ഡോഗ്സ് അവർ പട്ടികളെ വളർത്തുന്ന ഇതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അവർ ചെരുപ്പ് കടിക്കുന്നു പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ കാലിൻ്റെ നമ്മൾ തള്ളവരലിടുന്ന ഭാഗം അത് കടിച്ച് ഇതാക്കിയിട്ട് തുളസിയുടെ തളയുടെ അടുത്തേക്ക് പോണെടുത്ത് ഇതിട്ടിരിക്കുകയാണ്. മനസ്സിലായ, ആ ചെരുപ്പിട്ടിരിക്കുക. അപ്പോൾ നാരായണനെ എടുത്ത് തന്ന്, അമ്മാവ ഇവിടെ ഉണ്ട് ചെരുപ്പെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ വണ്ടി പുറത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നടന്നു പോകാൻ എളുപ്പമായി. പിന്നെ അത് ഞാൻ മാറ്റി, അത് വേസ്റ്റിലേക്ക് ഇട്ട്. അപ്പോൾ നമ്മൾ ഒരിടത്ത് പോയിട്ട് എന്തിനാണോ ബ്ലെസ് ചെയ്ത്, ഇപ്പോൾ ഹീലിങ്ങിൻ്റെ കാര്യം പറയുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അപ്പോഴോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാവും. വേറൊരു കാര്യം പറയാം, രണ്ടാമത്തെ ഒരു വിഷയം പറയാം. ഒരു വ്യക്തിക്ക് ഒരു സ്കിൻ പ്രോബ്ലം, അത് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നതിന് മുമ്പാണ്. ഒരു വീട്ടിൽ പോയപ്പോൾ സ്കിൻ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ആളെ ഞാൻ ബ്ലെസ് ചെയ്തു. ആ ആളെ ഒരു പ്രാവശ്യം ബ്ലെസ് ചെയ്തുള്ളൂ. പിന്നെ എനിക്ക് ആ ഒരു സൈഡ് എഫക്റ്റ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നെ എന്നോടൊന്നും പറഞ്ഞില്ല. വെറുതെ അദ്ദേഹത്തിന് എന്ത് ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞില്ല. മറ്റേ ആൾക്ക് ചെറുതായിട്ട് മാറി, ഫുള്ള് മാറിയാന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പതുക്കെ എനിക്ക് കൈയുടെ ഈ ഭാഗത്ത് ആ വ്യക്തിക്ക് എന്താണോ ആ സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ വന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പിന്നെ ഞാനിവിടെ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ ഡോക്ടർ ഗോപികയുണ്ട്, സ്കിൻ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ആ ഡോക്ടർ ഗോപികനെ കണ്ടിട്ട് മരുന്ന് വാങ്ങിച്ചു. ആ മരുന്ന് വാങ്ങിച്ച് ഒരു 2 തവണ പുരട്ടിയപ്പോഴത്തേക്ക് അത് മാറി. ഓയിൻമെൻറ്റ് വാങ്ങിച്ച് അത് മാറുമെന്ന് പറഞ്ഞ് അത് മാറി.
എൻ്റെ കാര്യം അത് മാറി. കാര്യം അത് ചെയ്തു കഴിയുമ്പോൾ മൂന്നാമത്തെ കാര്യം ഒരാൾക്ക് സോറിയാസിസ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായോ? അപ്പം ഇദ്ദേഹത്തെ ബ്ലസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പോയി ബ്ലസ് ചെയ്തു. അത് ബ്ലാക്ക് മാജിക് എഫക്റ്റുമാണ്. അത് ബ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് പതുക്കെ അതിൻ്റെ ചെറിയ വാങ്ങലുകൾ എനിക്കുണ്ട്. കാര്യം അത്രയ്ക്ക് വലിയ 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ആ പണിയുണ്ട്. പക്ഷേ ഒരാഴ്ച മുമ്പ് ഞാൻ ഈ തിരുവണ്ണാമലയെ പോകുന്നതിന് അതിന് ഒരാഴ്ച മുമ്പ് അവരൊരു സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നിടത്ത് പോയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങി. അപ്പോൾ അവർക്ക് അതിൻ്റെ പരുക്കളുടെ ഇതൊക്കെ കാണിക്കുന്നത് തലയുടെ ഭാഗത്തൊക്കെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ തൊട്ട് അവർക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആ വ്യക്തിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് പതുക്കെ എൻ്റെ തലയുടെ അവിടെ 3-4 പരുക്കൾ വന്നിട്ടുണ്ട്. അത് വന്നു പോകും, ഇന്നും നാളെ ആയിട്ട് പോകും. അപ്പോൾ എന്താണോ നമ്മൾ ബ്ലസ് ചെയ്യുന്നത്, ഹീൽ ചെയ്യുന്നത്, അതിൻ്റെ ഞാൻ ഹീലിംഗ് എന്നുള്ളത് പഠിച്ചിട്ടില്ല. അപ്പോൾ തേടേ ഹീലിംഗ് പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഉപാസനയായിട്ടാണ് ഇപ്പോൾ കണക്റ്റഡ്. ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നു തേടേ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറില്ല. ആ തേടേ എന്താണെന്ന് പഠിക്കാൻ പോയി ഇത് ചെയ്തു. പക്ഷെ അതിനേക്കാളും ഇത് എൻ്റെ ഉപാസന അനുസരിച്ചുള്ള കാര്യങ്ങളാണെന്ന്. അതോടൊപ്പം തന്നെ നാദദീക്ഷ കിട്ടി, അത് പഠിക്കാൻ പോയത്. അതിൻ്റെ ഹയർ സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ പോയത്. അവിടെ കിട്ടിയത് നാദദീക്ഷയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിയായോഗ പഠിച്ച് അവിടുത്തെ കുറച്ച് ഇതായിട്ട്. പക്ഷേ എൻ്റെ ഉപാസനയിൽ ഞാൻ വന്ന് നിൽക്കുന്നത് ബ്രഹ്മശ്രീ കൃഷ്ണൻപ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്ന എൻ്റെ ഉപാസനാ മാർഗത്തിൽ തന്നെയാണ് ഈ വിദ്യകളുടെ നിന്നെല്ലാം സ്വാംശീകരിച്ച് എനർജി വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതൊരു കാര്യം പറയാം. അപ്പോൾ ഇന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു മതസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ മതത്തിൻ്റെ ഇതനുസരിച്ചിട്ടുള്ള കുലദേവതകളെ കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം, അല്ലെങ്കിൽ ഉപാസനമൂർത്തി എന്തുവാണ് അദ്ദേഹം പറഞ്ഞത് മാർഗം എന്ന്. അപ്പം അങ്ങനെയുള്ളത് മറ്റു മതങ്ങൾക്ക് അങ്ങനത്തെ ഇതില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും അവർക്ക് കാർമ്മികമായിട്ട് വരുന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിരിക്കും. അപ്പം ഞാൻ ആ റിപ്ലൈ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനുള്ള പോംവഴികളൊക്കെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് പറയുന്നു. അപ്പോൾ പലരും പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾക്ക് ഇതിനൊക്കെ പൈസ കളഞ്ഞ് അതൊന്നും നടക്കുന്നില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, കുറേ പൈസ തന്നു എന്ന് പറഞ്ഞ് ഒരാളുടെയും കാർമ്മികം കംപ്ലീറ്റ് മാറുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനാവശ്യമായിട്ട് കൂടുതൽ ഇതൊന്നും അമിത പ്രതീക്ഷയോടുകൂടി ആരും എന്നെ കാണരുത്, അതുപോലെ അതിന് ദക്ഷിണയൊന്നും ഇത് ചെയ്യരുതെന്ന് പറയണതിൻ്റെ കാര്യം അതാ. ഓരോരുത്തരുടെയും കാർമ്മികം മാറണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മാറ്റാം. നമ്മൾ അവിടെ പോയിരുന്ന് അവരുടെ മുമ്പിലിരുന്ന് 2-3 മണിക്കൂർ കണ്ടിന്യൂവേഷൻ മെഡിറ്റേഷൻ ചെയ്ത് അവരെ ഒഴിഞ്ഞെടുത്തൊക്കെ മാറ്റാം. അപ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് നമുക്കും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല, ഞാനും ചെയ്യാറില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും ചില വീടുകളിൽ വിളിക്കുമ്പോൾ അവർ ചിലവൊക്കെ തരും. ദക്ഷിണ എന്നല്ല, ദക്ഷിണ എല്ലാവരും തരും, എങ്കിലും വന്ന് കൊണ്ടുപോകും. അവർ ചിലവൊക്കെ തരുന്നത് കൊണ്ട് ചില വീടുകളിൽ അവർക്ക് അവിടെ പോകണം ആ ഒരു ഇതായത് കൊണ്ട് പോയിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ. അത്ര വേണ്ടപ്പെട്ടണം പോകാനായിട്ട് അനുവാദം കിട്ടിയ കാര്യങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ, അല്ലാത്ത കാര്യങ്ങളിൽ പോയിട്ടുമില്ല. കാര്യം ചിലത് തട്ടുകിട്ടുന്നിടത്താണെങ്കിൽ പോകാനും പാടില്ല. ഇപ്പോൾ സുനിലേട്ടൻ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസ് ഇട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, സുനിലേട്ടൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ചെല്ലണ കാര്യം, പ്രായമുള്ള ഒരാളുടെ വീട്ടിൽ ചെല്ലണ കാര്യം പറഞ്ഞു. അപ്പോൾ മകൻ ശിവസ്വരൂപ യോഗി പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞ്, ഒരു കാരണവശാലും ആ വീട്ടിനകത്ത് കയറരുത്, വീട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ കഴിക്കരുതെന്ന് പറഞ്ഞു, വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ പറയാമെന്ന് പറഞ്ഞു. കാര്യം അത്രയ്ക്ക് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആ വീട്ടിലുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല, അത് ആ വീട്ടുകാർക്ക് അറിയില്ല. ഇത് സുനിലേട്ടൻ്റെ സ്റ്റാറ്റസിലുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് പറയുന്ന എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. സുനിലേട്ടൻ അങ്ങനെ പറയണ്ടായിരുന്നു. അത് മകൻ ശിവസ്വരൂപ യോഗി അതിൻ്റെ എല്ലാ കാര്യങ്ങളും അച്ഛനെ വിശദീകരിച്ചു കൊടുത്ത്, ആ വിശദീകരിച്ചു കൊടുത്ത മറുപടി അച്ഛൻ പറയാനായിട്ട് അവരെ അറിയിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോള് സുനിലേട്ടൻ്റെ അടുത്ത് നിൽക്കുകയാണ് സംസാരിക്കുമ്പോൾ പറയാനായിട്ട്. പക്ഷേ അവിടെ വിളിച്ചപ്പോൾ അവിടുത്തെ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹം പോയി, ശിവസ്വരൂപ യോഗി അദ്ദേഹത്തിന് പോകേണ്ടടുത്ത് അദ്ദേഹം പോയി. ഞാൻ പോകണമെന്നും പറഞ്ഞ് പോയെന്ന് പറയണ്ടായ സുനിലേട്ടൻ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ചിലരുടെ കാർമ്മികമൊക്കെ എങ്ങനെയുണ്ട്. ഇപ്പം ഞാനും വിളിക്കുമ്പോഴാണെങ്കിലും ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുക, അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ തീർത്ത് പറയും. പിന്നെ ചെറിയ അവർ പറയുന്ന സൂചനകൾ വെച്ചിട്ട് ചെറിയ ഇത് എനിക്ക് കിട്ടും. പക്ഷെ മനസ്സിലാവും, അവർ സമ്മതിക്കാത്തിടത്തോളം അവരുടെ കാർമ്മികം കുറെ കൂടി അവർക്ക് അനുഭവിക്കാനുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുക. അങ്ങനത്തെ അനുഭവം ഇന്നലെ എനിക്കുണ്ടായി. ഓക്കെ, ഹന്തഭാഗ്യം ജനാന എന്ന് പറഞ്ഞ പോലെ എന്താണെന്നറിയും, ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാന. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ഉപാസനയുടെ ഞാൻ ചെയ്യുന്ന ജപ പാരായണ അതിൻ്റെയൊക്കെ പുണ്യം എല്ലാവർക്കും, എല്ലാവരുടെ സകുടുംബം ദീർഘായുസ്
ആയുരാരോഗ്യ സൗഖ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടം നടക്കാൻ എല്ലാവരുടെയും മനസ്സിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൾ കൊണ്ടും എല്ലാം പോസിറ്റീവായ കാര്യം, നമുക്ക് ആവശ്യമായ ദൈവികമായ കാര്യങ്ങൾ മാത്രം നടക്കാനും എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും സന്തോഷം, ആരോഗ്യം, സമൃദ്ധി, ദീർഘായുസ് എല്ലാം ഉണ്ടാകുവാനും എല്ലാവരുടെയും ജീവിതം നല്ല രീതിയിൽ സ്വന്തം വീട്ടിൽ നിൽക്കുവാനും എല്ലാവർക്കും അവരുടേത് ആഗ്രഹങ്ങൾ എന്താഗ്രഹമാകട്ടെ, കുട്ടികളുടെ പഠനം, വീട് വയ്ക്കൽ, അല്ലെങ്കിൽ സ്ഥലം വാങ്ങൽ, അല്ലെങ്കിൽ സ്ഥലം വിൽക്കൽ, എന്തൊക്കെ ആഗ്രഹമാണ് അതൊക്കെ നടക്കണമെന്ന് എൻ്റെ ഉപാസനാമൂർത്തികൾ, ഗുരുപരമ്പരകൾ എല്ലാം പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്ത്, അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ആ യോഗീശ്വരനായ ആ ശിവസ്വരൂപ യോഗിയോടും അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യത്തിൽ വിശ്വസിക്കുന്ന ആ ശിവസ്വരൂപ യോഗിയോടും ആ അതിൻ്റെ മാധ്യസ്ഥം വഹിച്ച് എല്ലാവരുടെയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൻ.